എൻ്റെ സുഹൃത്ത് അവൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എൻ്റെ പേരിന് അവസാനം ഉസുമാക്കിയെന്ന് കൂട്ടിച്ചേർത്തു. മറ്റാർക്കും കാര്യം അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും വെറും ഒരു കാർട്ടൂണെന്ന് ചിത്രീകരിക്കപ്പെട്ട ഒരു അനിമയോടും അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവർ ജീവിച്ചു തീർത്ത ഓരോ ജീവിതത്തിനും ഞാൻ കൊടുത്ത പ്രാധാന്യമായിരിക്കും. പണ്ട് കുട്ടിക്കാലത്ത് പ്രായം പോലും കണക്കിലെടുക്കാതെ എന്തിനും ഏതിനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി 100 കണക്കിന് കുട്ടികളുടെ മുമ്പിൽ വാക്കുകൾ കൊണ്ട് തൊഴിലിപ്പിച്ച ഒരു അധ്യാപകനും അധ്യാപികയും അവസരം കിട്ടിയപ്പോഴൊക്കെയും ഒളിഞ്ഞും തെളിഞ്ഞും വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ചില സഹപാഠികൾ കൺമുന്നിൽ ഓരോരോ കൊള്ളരുതായ്മകൾ അരങ്ങേറുമ്പോൾ പ്രതികരിക്കാനാവാതെ തലകുനിക്കേണ്ടി വന്നപ്പോൾ വെറും ആഗ്രഹം മാത്രം കയ്യിൽ വെച്ച് പാഷൻ്റെ പുറകെ ഒരവസരത്തിനായി ഓടിയപ്പോൾ നിന്നെ കൊണ്ടുതരില്ല എന്ന് പറഞ്ഞു പരിഹസിച്ച് തളർത്തിയപ്പോഴും ആ അവസരം മുതലെടുത്ത് പണം തട്ടിയെടുത്തപ്പോഴും ജീവിതത്തിലൊരു സമയത്ത് വളരെ വേണ്ടപ്പെട്ടവരായി പ്രിയപ്പെട്ടവരായി എല്ലാമായിരുന്നില്ല എൻ്റെ ജീവിതം അപരിചിതരാകേണ്ടി വന്നപ്പോഴും ജീവിതത്തിലുണ്ടാക്കിയ മുറിവുകൾ അത് ചെറുതൊന്നുമായിരുന്നില്ല. അന്നുണ്ടായ ആ മുറിവുകൾ വളർന്ന് പിൻകാലത്ത് ഒരു വ്രണമാവാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ലോകം മുഴുവനും വിരൽ ചൂണ്ടിയിട്ടും പരിഹസിച്ചിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന ഒരു തലമുറയ്ക്കൊപ്പം വളർന്നു വന്ന ഒരു ഫിക്ഷണൽ കഥാപാത്രമായിരുന്നു നറുത്തോ ഉസുമാക്കി. നറുത്തോ സീരീസ് കണ്ടു വളർന്ന തലമുറ ജീവിതത്തെ നോക്കിക്കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. കാരണം ആ സീരീസിലെ ഓരോ കഥാപാത്രവും ജീവിച്ച് കാണിച്ചു തന്ന മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും മറ്റെവിടെയും ഇത്ര മനോഹരമായിട്ട് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലാതായി തീരുമ്പോൾ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു കഥാപാത്രം, പ്രതിസന്ധികളിൽ കാലിടറുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും എനിക്ക് ഞാൻ മതി എന്ന് ഓർമ്മിപ്പിച്ച ഒരു കഥാപാത്രം, ജീവിതത്തിൽ തോറ്റുകൊടുത്ത് തലകുനിക്കാൻ സ്വയം തോന്നുമ്പോഴും ഇതുകൊണ്ട് ഞാൻ തീർന്നിട്ടില്ല എന്ന് പറയാൻ പഠിപ്പിച്ച ഒരു കഥാപാത്രം, പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിൽ ജയിച്ചു കയറുമ്പോൾ പിന്നിൽ സഹായം അഭ്യർത്ഥിക്കുന്നവരെ കൈപിടിച്ച് കയറ്റാൻ പറഞ്ഞൊരു കഥാപാത്രം, എല്ലാറ്റിനുമുപരി ക്ഷമിക്കാനും പൊറുക്കാനും ഒരു നല്ല മനുഷ്യനാകാനും പഠിപ്പിച്ച ഒരു കഥാപാത്രം, അതായിരുന്നു നറുത്തോ ഉസുമാക്കി. മസാഷി കിഷിമോട്ടോ ചെയ്തു വെച്ചിരിക്കുന്ന നറുത്തോ സീരീസ് വെറും ഒരു ഫിക്ഷണൽ സ്റ്റോറി മാത്രമായിരുന്നില്ല. ഒരു ജീവിതം അതിൻ്റെ പരിപൂർണതയിൽ ജീവിച്ചു തീർക്കാൻ ഒരു മനുഷ്യന് വേണ്ട മൂല്യങ്ങളും തത്വങ്ങളും അടങ്ങിയ ഒട്ടനവധി കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളിലൂടെയും കാഴ്ചപ്പാടിലൂടെയും രചിക്കപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് നറുത്തോ സീരീസ്. ആ കഥയിലെ കാഴ്ചക്കാരനായ എന്നെ റെപ്രസെൻ്റ് ചെയ്തതാകട്ടെ നറുത്തോ ഉസുമാക്കി. ഇന്ന് ഞാനെന്ന വ്യക്തി എന്താണോ അതിലെത്തിച്ചേരാൻ എന്നെ സഹായിച്ച, വളരാൻ ഇനിയും ഏറെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ കഥയോടും കഥാകൃത്തിനോടും ഒന്നു മാത്രമേ പറയാനുള്ളൂ, 1000 നന്ദി. ഒന്നൂടെ തുടങ്ങാമിനി, പിടിക്കാമിനി, ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിൻ്റെ മുഖമേ, ഈ മണ്ണിൻ നിധിയാണു നീ.